ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ദാ ഇബാൻ്റെ കൂടെ ഞാനും കൂടിയിട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, കാരണം മോനൊക്കെ ചെറുതല്ലേ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒക്കെ ഒന്നും പോകാൻ കഴിയുണ്ടാവില്ല. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇബാൻ്റെ കൂടെ ഇങ്ങനെ തുടർന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വന്നപ്പോഴത്തേക്കും ഇതാ ലുല്ലക്ക് പോകാം, മദ്രസ്ക്ക് പോകാനുള്ള സമയമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചെന്നിട്ട് അവളെ അങ്ങനെ വിളിച്ചോണ്ടാണ്. പിന്നെ അവൾക്ക് ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് അവളെ മദ്രസിലേക്ക് അങ്ങനെ വിടുകയാണ്. അപ്പോൾ ലുല്ല കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവളെ കുറച്ച് സമയം അങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഞാൻ വേഗം വന്നിട്ട് അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കാരണം അച്ചു ആണെങ്കിൽ അവളെ പെട്ടെന്ന് എണീക്കും. ലുല്ല അങ്ങനെയല്ല കേട്ടോ. ലുല്ലക്ക് കുറച്ച് മടിയാണ് രാവിലെ നീക്കാൻ. പിന്നെ വന്ന പാടെ അവൾ നീട്ടി റെഡിയായിട്ട് പിന്നെ സിറ്റൗട്ടിൽ വന്നിരിക്കാനുണ്ടോ. പിന്നെ ഞാൻ അവൾക്ക് ചായ കൊടുത്തിട്ട് പിന്നെ മക്കളെ കൂടെ അവളെയും വിടുകയാണ്. അപ്പോൾ പിന്നെ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് പച്ചരി അരച്ച് ചുടുമല്ലോ, ആ അപ്പം ഉണ്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നിപ്പാക്ക് നേരത്തെ ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വന്നിട്ട് വേഗം കടിയും കറിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നുണ്ട്. അപ്പം നമ്മളവിടെ ചുടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഉമ്മ ഉണ്ടിട്ട് ഇവിടെ. അപ്പോൾ ഇമ്മ പറഞ്ഞു അപ്പം എന്നാൽ ഞാൻ ചുടാന്ന് പറഞ്ഞിട്ട് ഉമ്മ അതിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും ചെറുപയർ കറി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ്. കാരണം അർജൻറ്റ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വലിയുള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കണ്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേനുണ്ടോ. പക്ഷേ ഇബ്ബാക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ അത് നല്ലോണം വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുപയർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കറിയായിട്ട് കഴിക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ്, തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പത്തിലൂടെ കഴിക്കാൻ. അപ്പോൾ ഇതിൽ വെള്ളം വേണമെന്നില്ലവർക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കട്ടോ. പക്ഷേ ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ എന്താ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഉപ്പേരി ക്യാബേജും ബീൻസും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വർഷത്തിൽ നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസമായല്ലോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരാഴ്ചയൊക്കെ ആയിരുന്നു കേട്ടോ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ട് അപ്പോൾ റൂമത്തെ എല്ലാ ബെഡ്ഷീറ്റും മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇന്ന് ഒന്നിച്ചങ്ങോട്ട് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഒക്കെ ഒന്നിച്ച് വിരിച്ചിടുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 3 ഒന്നിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ 2 റൂമിലത്തെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ 3 റൂമിലത്തെ ബെഡ്ഷീറ്റും അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് റൂമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് ചെന്നിട്ട് വീണ്ടും ഫുഡിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ സമയത്ത് തന്നെ അലക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ബെഡ്ഷീറ്റ് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചിലപ്പോൾ സമയത്തിനനുസരിച്ചാണ് കേട്ടോ അലക്കിയെടുക്കൽ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് മാറ്റിനോട് കൂടി ഇതിൻ്റെ കൂടെ തന്നെ അലക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ എല്ലാം എടുത്തിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഞാൻ 2 ബെഡ്ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ അലക്കിയെടുക്കുന്നത്. ഒന്ന് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. കാരണം നമ്മുടെ ഒന്നിച്ചിടുമ്പോൾ അതിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ 2 ബെഡ്ഷീറ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ഉണക്കിയതിന് ശേഷം പിന്നെ ഞാനത് വെയിലത്ത് വിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. സിങ്കിൽ നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടാണ് കേട്ടോ അകത്തേക്ക് പോയിരുന്നത്. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്തുള്ള പാത്രങ്ങൾ ഇപ്പോൾ കഴുകി വെക്കാം കേട്ടോ. പിന്നെയും ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ കുക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് നിൽക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ മുന്നേ ഈ ചായ കുടിച്ച പാത്രങ്ങളും ഇവിടെ കിടക്കണ ഈ സിങ്കത്തെ പാത്രങ്ങൾ അങ്ങനെ കഴുകി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മോനെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവന് ചായയൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അവനോട് ഇപ്പോൾ ചായ വേണോ ചോദിച്ചപ്പോൾ അവന് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അവന് ഉമ്മാൻ്റെ കൂടെ അങ്ങനെ പുറത്ത് പോയിട്ടോ. അപ്പം ഉമ്മ ഉണ്ടാകുമ്പോൾ അവന് അങ്ങനെ ഉമ്മാൻ്റെ കൂടെ അങ്ങനെ നടക്കും. അപ്പം നമ്മളെ കൂടെ അങ്ങനെ വരലൊന്നുമില്ല കേട്ടോ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ. അപ്പോൾ പിന്നെ രാവിലെ കുറച്ച് മീൻ വാങ്ങിച്ചിരുന്നു കേട്ടോ. എന്നും ഉച്ചയ്ക്ക് വരുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ കൊണ്ടില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ പുറത്ത് പോയപ്പോൾ അവിടുന്ന് മീൻ കണ്ടപ്പോൾ അങ്ങനെ മീൻ കൊണ്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളൂ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണേ. അപ്പോൾ മീനൊക്കെ ഞാനവിടെ നല്ലോണം കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻ മുളകിടാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്നും ഇപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോഴാണ് കേട്ടോ മീൻ കൊണ്ടുവരും. അപ്പോൾ അധികം ഞാൻ ഫ്രൈ ആക്കലാണ് കേട്ടോ ചെയ്യില്ല. അപ്പോൾ ഇന്ന് നേരത്തെ മീൻ കിട്ടിയതുകൊണ്ട് നമുക്ക് അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മുളകിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ മാറ്റി വെക്കാനുണ്ടോ. പിന്നെ കൈയൊക്കെ നല്ലോണം കഴുകിയിട്ട് പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പരിപാടിയിലേക്ക് നിൽക്കാനുണ്ടോ. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ജോലി ചെയ്യാനോ അതിൻ്റെ കൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മേലെ ഓപ്പൺ ഡ്രസ്സ് കൊണ്ടുപോയി ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ അവിടേക്ക് ഇറങ്ങലും കയറലും ഒക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അത്
താഴെ ഡൈനിങ് ഹാളിൽ ബാത്റൂമിൽ ഇട്ടു. അപ്പോഴും എനിക്ക് തോന്നി അതിനേറെ നല്ലത് പുറത്താണെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പുറത്തിലേക്ക് ഷീറ്റ് ഇട്ടോ, പിന്നെ അതിന് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അലക്കലും കുക്കിങ്ങും ഒക്കെ എൻ്റെത് ഒപ്പമാണ് കേട്ടോ കഴിയൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മോന് ഞാൻ ചായ കൊടുക്കണ്ടോ. അപ്പോൾ അവന് ചായ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണ്ട, അല്ലെങ്കിൽ കഴിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ അവനെ നല്ല മടിയിലിരുത്തിയിട്ട് അങ്ങനെ ചായ കൊടുക്കണ്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ മില്ലിൽ നിന്ന് പൊടികൾ മേടിക്കലാണ് കേട്ടോ ചെയ്യൽ. പിന്നെ നമുക്ക് ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുളകൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഉണക്കിയിട്ട് പൊടിപ്പിക്കലുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ മില്ലിൽ നിന്ന് തന്നെ കേട്ടോ പൊടിച്ചത് വാങ്ങിക്കൽ. അങ്ങനെ ഇപ്പം ഇന്നലെ വന്നപ്പോൾ മുളക് പൊടി മഞ്ഞപ്പൊടി അതൊക്കെ കൊടുന്നിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൊടുന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാണ്ടോ. അപ്പോൾ അരിപ്പൊടി ഞാനിങ്ങനെ കുറച്ച് കൂടുതൽ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഓരോ കിലോൻ്റെ പാക്കായിട്ടാണ് കേട്ടോ മില്ലിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ പാക്കൊന്നും പൊട്ടിക്കാതെ അതൊരു ബക്കറ്റിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനനുസരിച്ച് ഓരോ പാക്ക് എടുത്താൽ മതിയല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ സിങ്കിൽ ചെയ്യാൻ. അപ്പോഴത്തേക്കും എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞാനത് ക്ലീൻ ചെയ്യാനും അതിനും ഒക്കെ നിൽക്കുകയാണ് ചെയ്തത്. കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്